എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷകളിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ പുരസ്കാരങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ്. 2024, 25, 26 വർഷങ്ങളിൽ PSC പരീക്ഷകളിൽ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആര്? 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കറാണ് 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആൻസർ ഓപ്ഷൻ എ, PK വീരമണിദാസൻ. PK വീരമണിദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, M ലീലാവതി. M ലീലാവതിക്കാണ് 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2024 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദിനാണ് 2024 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. VS അച്യുതാനന്ദനും KT തോമസും P നാരായണനുമാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2025 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി ആര്? 2025 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് 2025 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, ശാരദ. നടി ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് ഷാജി N കരുൺ. ഷാജി N കരുണാണ് 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ്. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2025 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ PR ശ്രീജേഷ്, കായികം, ഡോക്ടർ ജോസ് ചാക്കോ, പെരിയപുരം, വൈദ്യശാസ്ത്രം, ശോഭന, കല. PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ, പെരിയപുരം, ശോഭന എന്നിവർക്കാണ് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2024 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. 2024 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികളാണ് ജസ്റ്റിസ് ഫാത്തിമ BV O രാജഗോപാൽ. ജസ്റ്റിസ് ഫാത്തിമ BV പൊതുഭരണം, O രാജഗോപാൽ പൊതുഭരണം എന്നിവർക്കാണ് 2024 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ.
2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി. എ ഇ മുത്തുനായകം, കൊല്ലക്കയിൽ ദേവകിയമ്മ, കലാമണ്ഡലം വിമല മേനോൻ. എ ഇ മുത്തുനായകം, കൊല്ലക്കയിൽ ദേവകിയമ്മ, കലാമണ്ഡലം വിമല മേനോൻ എന്നിവർക്കാണ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2025 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ. 2025 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ ഐ എം വിജയൻ, കെ ഓമനക്കുട്ടിയമ്മ. ഐ എം വിജയനും കെ ഓമനക്കുട്ടിയമ്മയ്ക്കുമാണ് 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2024 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? 2024 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്. സാഹിത്യം വിദ്യാഭ്യാസം. പി ചിത്രൻ നമ്പൂതിരിപ്പാട്. സാഹിത്യം വിദ്യാഭ്യാസം. മുനി നാരായണ പ്രസാദ്. സാഹിത്യം. സദനം ബാലകൃഷ്ണൻ. കല. ഇ പി നാരായണൻ. കല. സത്യനാരായണ ബലേരി. കാർഷികം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്, പി ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനിനാരായണ പ്രസാദ്, സദനം ബാലകൃഷ്ണൻ, ഇ പി നാരായണൻ, സത്യനാരായണ ബലേരി എന്നിവർക്കാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ രാജശ്രീ വാര്യർ, കല. പി ബി അനീഷ്, കൃഷി. ഡോക്ടർ രാജശ്രീ വാര്യർക്കും പി ബി അനീഷിനുമാണ് 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? 2024 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് എം എസ് സോമനാഥ്, സയൻസ് എഞ്ചിനീയറിംഗ്, ഭുവനേശ്വരി, കൃഷി. എം എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് 2024 കേരളപ്രഭ ലഭിച്ചത്. 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ആൻസർ ശശികുമാർ, പത്രപ്രവർത്തനവും മാധ്യമവും. കമാൻഡർ അഭിലാഷ് ടോമി, സ്പോർട്സ്. എം കെ വിമൽ ഗോവിന്ദ്, സ്റ്റാർട്ടപ്പ് ടെക്നോളജി. ജിലുമോൾ മേരിയറ്റ് തോമസ്, സാമൂഹിക സേവനം. ഷഹൽ ഹസൻ മുസ്ലിയാർ, വിദ്യാഭ്യാസം. അപ്പോൾ ശശികുമാറിനും കമാൻഡർ അഭിലാഷ് ടോമി, എം കെ വിമൽ ഗോവിന്ദ്, ജിലുമോൾ മേരിയറ്റ് തോമസ്, ഷഹൽ ഹസൻ മുസ്ലിയാർ എന്നിവർക്കാണ് 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ. ആർ വൈരമുത്തു. ആർ വൈരമുത്തുവിനാണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി. വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവൽ ഏത്? 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവലാണ് മായ മനുഷ്യർ. എൻ പ്രഭാകരന്റെ മായ മനുഷ്യരാണ് 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാള വിഭാഗം മികച്ച നോവൽ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവൽ ഏത്? 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവലാണ് ആനോ. ജി ആർ ഇന്ദുഗോപന്റെ ആനോയ്ക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവൽ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നാടകം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നാടകം ഏതാണ്? ആൻസർ പിത്തള ശലഭം. ശശിധരൻ നടുവിലിന്റെ പിത്തള ശലഭമാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നാടകം.
2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച കവിതാ സമാഹാരം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച കവിതാ സമാഹാരമാണ് മുരിങ്ങവാഴ കറിവേപ്പ്. അനിത തമ്പിയുടെ മുരിങ്ങവാഴ കറിവേപ്പാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച കവിതാ സമാഹാരം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ചെറുകഥ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ചെറുകഥ ഏതാണ്? ആൻസർ വെരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. വി ഷിനിലാലിൻ്റെ വെരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്രയാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ചെറുകഥ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യമാണ് അമ്മ മണമുള്ള കനിവുകൾ. അമ്മ മണമുള്ള കനിവുകളാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യം. 2024 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? 2024 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? ആൻസർ പി കെ പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, എം നാരായണൻ, ടി കെ ഗംഗാധരൻ. പി കെ പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, എം നാരായണൻ, ടി കെ ഗംഗാധരൻ എന്നിവർക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം നേടിയവർ. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി കെ ജി ശങ്കരപിള്ള. കെ ജി ശങ്കരപിള്ളയാണ് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ ഡി NS മാധവൻ. NS മാധവനാണ് 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് സന്തോഷ് കുമാറിന് 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ അശോകൻ ചരിവിൽ. അശോകൻ ചരിവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി പി രാജഗോപാൽ. പി രാജഗോപാലിൻ്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലിനാണ് 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ എൻ പ്രഭാവർമ്മ. എൻ പ്രഭാവർമ്മയാണ് 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ പ്രതിഭ റായ്. പ്രതിഭ റായ് ആണ് 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ KP സുധീര. KP സുധീരയ്ക്കാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനാണ് 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ എ M മുകുന്ദൻ. M മുകുന്ദനാണ് 2025 കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി KP ശങ്കരൻ. KP ശങ്കരനാണ് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് വൈക്കം രാമചന്ദ്രൻ. വൈക്കം രാമചന്ദ്രനാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി M ലീലാവതി. M ലീലാവതിക്കാണ് 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് ആർക്ക്? 2025 മാതൃഭൂമി അവാർഡ് ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി അവാർഡ് ജേതാവ്. 2024 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് ആർക്ക്? 2024 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ സാറ ജോസഫ്. സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി അവാർഡ് ലഭിച്ചത്. 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. 2024 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ഇന്ദ്രൻസ്. ഇന്ദ്രൻസിനാണ് 2024 ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി S ഹരീഷ്. S ഹരീഷിനാണ് 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണനാണ് 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. തുഞ്ചൻ ഭക്തിപ്രസ്ഥാന പഠനകേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ MM ഹസൻ. MM ഹസനാണ് 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ടെസി തോമസ്. ടെസി തോമസിനാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ ബി MK സാനു. MK സാനുവിനാണ് 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്? ആൻസർ 12th ഫെയിൽ. 12th ഫെയിലാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത്? ആൻസർ ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കാണ്
71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്? ആൻസർ വിക്രാന്ത് മാസി ആൻഡ് ഷാറുഖ് ഖാൻ. വിക്രാന്ത് മാസിയെയും ഷാറുഖ് ഖാനെയുമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുത്തത്? ആൻസർ വിജയരാഘവൻ, MS ഭാസ്കർ. വിജയരാഘവനെയും MS ഭാസ്കറിനെയുമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെ? ആൻസർ റാണി മുഖർജി. റാണി മുഖർജിയെയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തത് ആര്? ആൻസർ ഉർവശി ജാംഗി ബോഡിവാല. ഉർവശിയെയും ജാംഗി ബോഡിവാലയെയുമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്? ആൻസർ മമ്മൂട്ടി. മമ്മൂട്ടിയെയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്? ആൻസർ ഷംല ഹംസ. ഷംല ഹംസയെയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത്? ആൻസർ മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത്.